അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ച പിതാവായ ദൈവത്തിന് സന്തോഷത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ വീണ്ടെടുപ്പിന് കാരണമായ ദൈവപുത്രൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളെ എല്ലാവർക്കും അറിയിക്കുകയും ചെയ്യുന്നു. തിരുനിവാസത്തിൽ വസിക്കുന്നത് എത്ര ശോഭനകരമായ കാര്യമാണ്. ദൈവത്തിന്റെ തിരുനിവാസത്തെ ഏറെ ആഗ്രഹിക്കുന്നവരായി, ആ തിരുനിവാസത്തിൽ നമ്മുടെ ആയുസ് മുഴുവനും ചിലവഴിപ്പാൻ കൊതിക്കുന്നവരായി ദൈവത്തിന്റെ തിരുനിവാസത്തെ നമുക്ക് സ്നേഹിക്കാം. ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ. വേഗത്തിൽ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് നാം കടക്കുന്നു. അതിന്റെ 1 മുതൽക്കുള്ള വാക്യങ്ങളാണല്ലോ നമ്മുടെ ചിന്താവിഷയം. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. ആ ഭാഗങ്ങൾ നമ്മൾ 5 വരെ ഇതുവരെ വായിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 1 to 11. 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവനെ അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധധൂപം തുറന്നു. ഉടനെ പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേനിലുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പന ഉണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും. മരിക്കുവാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മനുഷ്യമുഖം പോലെയും ആയിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ ആയിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചിറകിന്റെ ഒച്ച പടയ്ക്ക് ഓടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെ ആയിരുന്നു. തേളിലുള്ളതുപോലെ വാലും വിഷവും ഉണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിക്കുവാൻ അതിനുള്ള ശക്തി വാലിൽ ആയിരുന്നു. അഗാധദൂതൻ അതിന് രാജാവായിരുന്നു. അവന് എബ്രായ ഭാഷയിൽ അബദ്ധോൻ എന്നും യവനായ ഭാഷയിൽ അപ്പല്ലോൻ എന്നും പേര്. സ്തോത്രം. താങ്ക് യു സാലി സിസ്റ്റർ. നാം ഈ ഭാഗത്ത് 7 കാഹളങ്ങളുള്ള ദൂതന്മാരിൽ 5-ാമൻ കാഹളം ഊതുന്നതാണ് കാണുന്നത്. ഒടുവിലത്തെ 3 കാഹളങ്ങൾ ഊതുമ്പോൾ 3 മഹാകഷ്ടങ്ങൾ ഉണ്ടാകുന്നതായി നാം 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ കണ്ടു. അങ്ങനെ ഇത് 1-ാമത്തെ കഷ്ടവും 5-ാമത്തെ കാഹള ന്യായവിധിയുമാണ്. ഈ 5-ാമത്തെ കാഹള ന്യായവിധിയിൽ, അല്ലെങ്കിൽ 1-ാമത്തെ മഹാകഷ്ടത്തിന്റെ സമയത്ത് ഉണ്ടാകുന്ന ചില സംഭവങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഭൂമിയിലേക്ക് വരുന്നതായി നാം കാണുന്നു. നക്ഷത്രം എന്നതുകൊണ്ട് ദൂതനെയാണ് അർത്ഥമാക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ദൂതൻ ഭൂമിയിൽ വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പതനം എന്ന അർത്ഥത്തിലല്ല, വീഴ്ച എന്ന അർത്ഥത്തിലല്ല, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നു എന്നേ അതിനർത്ഥമുള്ളൂ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നു. ആ ദൂതൻ സാത്താനോ
വീണുപോയ ഏതെങ്കിലും സാത്താന്യ ദൂതന്മാരോ ആകാൻ സാധ്യതയില്ല. കാരണം ഈ അഗാധകൂപത്തിന്റെ അധികാരം, താക്കോൽ, അത് തുറക്കാനും പൂട്ടാനുമൊക്കെയുള്ള അധികാരം, അവിടെ ബന്ധനത്തിൽ കഴിയുന്ന ദൂതന്മാരെ അഴിച്ചുവിടാനും പൂട്ടിയിടാനുമുള്ള അധികാരം ഏതായാലും സാത്താന്റെ ദൂതനെ ഏൽപ്പിക്കുക എന്നത് യുക്തിസഹം പോലുമല്ല. അതുകൊണ്ട് അത് വചനമനുസരിച്ച് നോക്കിയാലും യുക്തിപരമായി നോക്കിയാലും ഇത് ഒരു വീഴ്ച ഭവിച്ച സാത്താന്യ ദൂതനാകാൻ ഇടയില്ല. നാം 20-ാം അധ്യായത്തിൽ നിന്നും കൂടെ കണ്ടതനുസരിച്ച് ദൈവത്തിന്റെ ഒരു വിശുദ്ധ ദൂതൻ ആകണം ഈ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്ന അല്ലെങ്കിൽ വന്നു എന്ന് പറയുന്ന ഈ ദൂതൻ. അഗാധകൂപത്തിന്റെ അർത്ഥവും നമ്മൾ കണ്ടു, ലൊക്കേഷനെ കുറിച്ച് കണ്ടു. ഈ അഗാധകൂപം എന്നതുകൊണ്ട് ഇന്നലെ ഞാൻ പറയാതിരുന്ന 2 കാര്യങ്ങൾ കൂടെ അതിൽ ഉണ്ട്. അക്കാലത്തെ ജനങ്ങൾ ചിന്തിച്ചിരുന്നത് റോമാ സാമ്രാജ്യത്തിന്റെ അടിയിലുള്ള ഏതോ ഒരു സ്ഥലം ആണ് എന്നായിരുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ അടിയിലുള്ള ഏതോ ഒരു സ്ഥലം, അതായത് റോമാ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ഒന്ന് തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. റോമാ സാമ്രാജ്യത്തിന്റെ, പ്രത്യേകിച്ച് പുരാതന റോമാ സാമ്രാജ്യത്തിന്റെ ഒരു അടിത്തട്ട് എന്ന ഒരു ചിന്ത അക്കാലത്ത് നിന്നിരുന്നു. അത് നമുക്കിവിടെ അധികം പ്രസക്തമല്ല. മറ്റൊരു സംഗതി ഉള്ളത്, അഗാധകൂപത്തെ സംബന്ധിച്ച് ഉള്ള മറ്റൊരു പ്രയോഗമാണ് ആഴങ്ങൾ എന്നുള്ളത്. അത് പുരാതന ചിന്താഗതി അനുസരിച്ച് ഈ അഗാധകൂപം അഥവാ ഡീപ്പ് ഓഫ്, ഡെപ്ത് ഓഫ്, ആഴങ്ങൾ എന്ന് പറയുന്നത് നാം ഉൽപ്പത്തി പുസ്തകത്തിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിൽ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് നാം കാണുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെയും 7-ാമത്തെയും വാക്യങ്ങൾ, ഉൽപ്പത്തി 1-ന്റെ ജെനസിസ് 1, 6 and 7. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ വിധാനത്തിന് കീഴേ ഉള്ള വെള്ളം, അവിടെയാണ് ആഴങ്ങൾ. അതുകൊണ്ട് ഈ അഗാധകൂപം എന്ന് അവിടെ അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അഗാധകൂപത്തിൽ ഏറ്റവും ആദ്യം നമുക്ക് കാണുവാൻ കഴിയുന്ന അളവിൽ ഏറ്റവും ആദ്യം തടവിൽ ആക്കിയത് വെള്ളങ്ങളെയാണ്. ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നാൽ 6 ദിവസത്തെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം ഈ വെള്ളങ്ങളെ മുഴുവനും ഒരു സ്ഥലത്ത് കൂടുമാറാക്കി. നമുക്കറിയാം, ഇന്നും കരയേക്കാൾ ഏറെ വലുതാണ് കടൽ, ആഴികൾ. ആഴിയുടെ ആഴങ്ങളും ഭൂമിയിലെ ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളെക്കാൾ ആഴത്തിൽ ഉള്ളതുണ്ട്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ പസഫിക് മഹാസമുദ്രത്തിലുള്ള മറൈന ട്രെഞ്ചിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഭൂമിയിലുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. എവറസ്റ്റ് എടുത്ത് പേരോടെ പിഴുതിട്ടാലും 2 കിലോമീറ്റർ വെള്ളം എവറസ്റ്റിനും മുകളിൽ നിൽക്കും, ഈ എവറസ്റ്റിനെ മറൈന ട്രെഞ്ചിലിട്ടാൽ. അപ്പം അത്രയ്ക്ക് അഗാധമാണ് സമുദ്രത്തിന്റെ ആഴങ്ങൾ. അപ്പം ഭൂമി മുഴുവനും നിറഞ്ഞിരുന്ന വെള്ളങ്ങളെ ദൈവം ഒരു സ്ഥലത്ത് കൂടുമാറാക്കി. ആ അർത്ഥത്തിലാണ് വേദചിന്തകന്മാർ പറയുന്നത്, നമുക്ക് കാണുവാൻ കഴിയും അളവിൽ
നമുക്ക് നേരിട്ട് അറിയുവാൻ കഴിയും അളവിൽ ഏറ്റവും ആദ്യം ദൈവം ആഴങ്ങളിൽ അടച്ചു കളഞ്ഞത് വെള്ളങ്ങളെയാണ്. അല്ലെങ്കിൽ അഗാധ കൂപത്തിൽ അടച്ചു കളഞ്ഞത് ഏറ്റവും ആദ്യം വെള്ളങ്ങളെയാണ്, ആഴങ്ങൾ. അപ്പോൾ അഗാധ കൂപത്തെക്കുറിച്ചുള്ള വിവിധ അഭിപ്രായങ്ങളാണ്, ആശയങ്ങളാണ് ഈ പറഞ്ഞത്. ഏതായാലും നമ്മെ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന അഗാധ കൂപം വീണുപോയ ദൂതന്മാരെ പാർപ്പിച്ചിരിക്കുന്ന, ന്യായവിധി വരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം. ന്യായവിധി വരെ. അത് നിത്യനരകമല്ല എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു. അതിന്റെ വ്യത്യാസവും നാം മനസ്സിലാക്കുകയുണ്ടായി. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, പാതാളം ഈ അബിസും ഒന്ന് തന്നെയാണോ? പാതാളം അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഹെയ്ഡീസ് എന്നും ഷിയോൾ എന്നും കൂടെ ഈ ഭാഗങ്ങളെ പറയുന്നുണ്ട്. ആ പാതാളം എന്നുള്ളതിന്റെ മറുപേരുകളാണ് ഹെയ്ഡീസും ഷിയോളും, ഗ്രീക്കിലും ഹീബ്രുവിലും പറയുന്നത്. ഇതെല്ലാം തന്നെ ഒരേ തടവറയുടെ ഭാഗങ്ങളാണ്. മരിച്ചുപോയ ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പാർപ്പിച്ചിരിക്കുന്ന ഇടവും, അതുപോലെ വീണുപോയ ദൂതന്മാരെ, ബന്ധനത്തിലാക്കിയിരിക്കുന്ന ദൂതന്മാരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലവും എല്ലാം തന്നെ ഈ പാതാളം, അധോലോകം, ഹേഡീസ്, ഷിയോൾ, അധമ പാതാളം, അഗാധ കൂപം എന്നൊക്കെ ഉള്ളതിന്റെ വിവിധ തട്ടുകളാണ്, വിവിധ ഭാഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്തോ അത് തന്നെയല്ലേ യാതനാ സ്ഥലമെന്ന് അതെ. ഇവിടെ എല്ലാം തന്നെ യാതനകളാണ്. എന്നാൽ അതൊന്നും നിത്യനരകം അല്ല. ഇവയെല്ലാം നരകത്തിലേക്ക് വിടുന്നത്, അല്ലെ നരകത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ന്യായവിധിക്ക് ശേഷമേ ഉള്ളൂ. ഈ വീണുപോയ ദൂതന്മാർ ഉൾപ്പെടെയുള്ള ആരുടെയും അന്തിമ വിധി ഇതുവരെ നടന്നിട്ടില്ല. ഇവരെ സ്വസ്ഥാനത്ത് നിന്നും തള്ളിക്കളഞ്ഞതും ന്യായവിധി തന്നെയാണ്. ഈ ദൂതന്മാരെ അവരുടെ സ്ഥലങ്ങളിൽ നിന്നും തള്ളിക്കളഞ്ഞതും ന്യായവിധി തന്നെയാണ്. പക്ഷേ അന്തിമ ന്യായവിധി അതിൽ നിന്നും വ്യത്യസ്തമാണ്. ആ ന്യായവിധി ഇതുവരെ ആരുടെയും നടന്നിട്ടില്ല. ഏറ്റവും ആദ്യം അനുസരണക്കേട് കാണിച്ച ദൂതന്മാർ ഉൾപ്പെടെ ഉള്ളവരുടെ ന്യായവിധി അന്തിമമായി നടക്കാൻ ബാക്കിയായിരിക്കുന്നു. ആ ന്യായവിധിയുടെ ആദ്യ ഘട്ടം എന്ന നിലയിൽ മാത്രമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അപ്പം ഈ ദൂതന്മാരെ അവരുടെ സ്ഥാനത്ത് നിന്നും മാറ്റിയത്, ലൂസിഫർ ഉൾപ്പെടെ ഉള്ളവരെ ദൈവസന്നിധിയിൽ നിന്നും തള്ളിക്കളഞ്ഞത്, പാപം ചെയ്ത മനുഷ്യന് മരണം സംഭവിച്ചത്, ദ്രവത്വം ഉണ്ടായത്, ദൈവസന്നിധിയിൽ നിന്നും അവരെയും പുറത്താക്കി കളഞ്ഞത്, ഇതെല്ലാം തന്നെ എന്താണ്? ന്യായവിധികളാണ്. എന്നാൽ ഇവയൊന്നും തന്നെ അന്തിമ വിധി അല്ല. അത് മനസ്സിലായല്ലോ? Judgments are in different levels. Even the disobedient, rebellious angels in our knowledge who sinned for the first time, or the first sinned creatures, they also were cast out from God's presence, and they were cast down from the position God had given them. Even human beings, soon after their committing sin, God punished them, pronounced his judgment. They became mortal. Death entered into their lives.
all other consequences of sins. All those things are, of course, judgments. Judgments upon the creatures, upon the fallen angel, disobedient man, and therefore the entire creation. But they are not at all the final judgment. Final judgment of all these sinned things or creatures are still awaiting. അപ്പോൾ ഏറ്റവും ആദ്യം പാപം ചെയ്ത, അനുസരണക്കേട് കാണിച്ച ദൂതന്മാർ ഉൾപ്പെടെ ഉള്ളവരെ ദൈവം ന്യായം വിധിച്ചു. മനുഷ്യനെ ന്യായം വിധിച്ചു, പ്രകൃതിയെ ന്യായം വിധിച്ചു, സൃഷ്ടിയെ ന്യായം വിധിച്ചു. പക്ഷെ ഇതൊന്നും അന്തിമവിധിയല്ല. അന്തിമവിധിയെ കാത്തുകൊണ്ടാണ് ഈ ദൂതന്മാരെ പോലും തടവിൽ പാർപ്പിച്ചിരിക്കുന്നതെന്നാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം പത്രോസിന്റെ ലേഖനത്തിൽ നിന്നും യൂദായുടെ ലേഖനത്തിൽ നിന്നും കണ്ടത്. ആ ന്യായവിധി വരെ താമസിപ്പിച്ചിരിക്കുന്ന ഒരു ഇടത്താവളം, ഒരു റിമാൻഡിങ് പ്ലേസ് മാത്രമാണ് പാതാളം, യാതനാസ്ഥലം, അധമപാതാളം, അഗാധകൂപം എന്നെല്ലാം പറയുന്നത്. ഇവിടങ്ങളിലെങ്ങും സുഖമല്ല, പക്ഷെ നരകത്തിന്റെ അത്രയും പ്രയാസം ഇല്ലെന്ന് മാത്രം. ഇവിടമൊക്കെ താൽക്കാലികമാണ്, ന്യായവിധി വരെയാണ്. എന്നാൽ നരകം ന്യായവിധിക്ക് ശേഷമാണ്. ആ വ്യത്യാസം മാത്രം. വ്യക്തമായി കാണുമല്ലോ. സ്തോത്രം. അപ്പോൾ ഇവിടെ കിടക്കുന്ന ദൂതന്മാർ ആരാണെന്നുള്ളതിനെ സംബന്ധിച്ചും നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. പ്ലേസ് ഓഫ് ടോർമെന്റേഷൻ, അതാ നമ്മൾ പറഞ്ഞത്, യാതനാസ്ഥലം എന്ന് പറയുന്നത്. സ്തോത്രം. കാരണം അവിടെ വേറെ ഒരു സുഖവും ഇല്ല. ടോർമെന്റേഷൻ അവിടെ. നരകത്തിന്റെ ഒരു ചെറിയ പതിപ്പൊന്ന് മാത്രം. അവരവരുടെ പാപത്തിന് ഒത്തതായ സെല്ലുകളല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ തീവ്രതയിൽ നരകത്തിൽ ന്യായവിധിക്ക് ശേഷമായിരിക്കും ലഭിക്കുക. ആ വ്യത്യാസം മാത്രം. ഓക്കെ. അപ്പോൾ ആ ദൂതന്മാർ ആരാണെന്നുള്ളതും നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. ദെയർ ഐഡന്റിറ്റി. അപ്പോ ആ 2-3 കാര്യങ്ങളെ നമ്മൾ കണ്ടു. അടുത്തതായി നാം കാണുന്നത് ഇവിടെ ഈ അഗാധകൂപം തുറക്കുന്നു. 9-ാമത്തെ അധ്യായത്തിൽ അഗാധകൂപം തുറക്കുന്നു. അഗാധകൂപം തുറന്നിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിക്കോ. അവിടെ ബന്ധനസ്ഥരായി കിടന്ന, നൂറ്റാണ്ടുകളായി ബന്ധനത്തിലായിരുന്ന, പുറത്തു പോകാൻ കഴിയാതിരുന്ന, കറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഈ ദൂതന്മാരിൽ ചിലരെ തുറന്നുവിടുന്നു. നാം അത് കാണുന്നു. അപ്പം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ട 5-ാമത്തെ കാഹളമൂതുന്ന ദൂതനെ നമ്മൾ 8-ാം അധ്യായത്തിൽ തന്നെ പരിചയപ്പെട്ടു. ഒരു നക്ഷത്രം ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് കണ്ടു എന്നുള്ളതും ഒരു ദൂതൻ ഇറങ്ങി വന്നതാണെന്ന് മനസ്സിലാക്കി. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു എന്ന് കാണുന്നു. ആ ദൂതൻ ഒരു വിശുദ്ധ ദൂതനാകാനാണ് സാധ്യതയെന്നും ദൈവം അവന് താക്കോൽ ആ സമയത്ത് നൽകിയെന്നും നമുക്ക് മനസ്സിലാക്കാം. അവൻ അഗാധകൂപം തുറന്നു. 2-ാമത്തെ വാക്യത്തിൽ അഗാധകൂപം തുറന്നു. അഗാധകൂപത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. അപ്പോൾ അഗാധകൂപം തുറന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അനുഭവമാണ് പുക. പെരിഞ്ചൂളയിലെ പുക പോലെ.
അതിൽ ഏതാണ്ടൊക്കെ നമുക്ക് അത്യാവശ്യം ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഘടകമാണ് സദ്ദാം ഹുസൈൻ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ കുവൈറ്റിലെ എണ്ണക്കിണറുകൾക്ക് തീയിട്ടതും മാസങ്ങളോളം എണ്ണക്കിണറുകൾ, പെട്രോൾ കിണറുകൾ നിന്ന് കത്തിയതും അത് നിമിത്തമുണ്ടായ പുകപടലങ്ങൾ നാളുകളോളം സൂര്യപ്രകാശത്തെ പോലും അല്ലെങ്കിൽ ആകാശ കാഴ്ചയെ പോലും മറയ്ക്കുന്ന അളവിൽ ഉണ്ടായത്. അതിനേക്കാളൊക്കെ ഏറെ തീവ്രമായ ഒരു പുക പടല അവസ്ഥയായിരിക്കും ഇവിടെയുള്ളത്. ഒരു എണ്ണക്കിണർ കത്തിയാൽ, ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ ഒരു ചെറിയ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചാലും നാം അറിയാതെ തന്നെ പുക നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്താറുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് തീ കത്തിക്കുന്ന സമയത്ത്, ഗ്യാസ് സ്റ്റൗ അല്ല, പുക ഉയരുന്നത് നമുക്കറിയാം. നമ്മുടെ വീട്ടിലെ 4 or 5 പേർക്ക് കഞ്ഞി വെക്കുന്ന അടുപ്പിൽ കത്തിക്കുന്ന പുക മൂക്കിലും കണ്ണിലും ഒക്കെ കയറുന്നത് നമുക്കറിയാം. അല്പവും കൂടെ വെളിയിൽ തീ കത്തിച്ചാൽ, ഇഷ്ടിക ചൂളയിൽ തീ കത്തിച്ചാൽ, മരിച്ചുപോയവരെ ദഹിപ്പിക്കാൻ തീ കത്തിച്ചാൽ ഒക്കെ പൊങ്ങുന്ന തീനാളങ്ങളും പുകയും ഒക്കെ നമുക്കറിയാം. ഇത് പെരിഞ്ചൂളയിലെ കച്ചടയൊക്കെ കൊണ്ടിട്ട് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക. ഞങ്ങളുടെയൊക്കെ വീട്ടില് പണ്ട് സന്ധ്യയാകുന്ന സമയത്ത് ഈ പശുവും ആടും ഒക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരി കൊതുക് കയറും. അപ്പം എരുത്തിലിന്റെ തൊഴുത്തിന്റെ അടുത്തൊക്കെ കരിയിലയും പച്ചപ്പുല്ലും എല്ലാം കൊണ്ടിട്ട് വല്യമ്മച്ചിമാര് അന്ന് പുകയ്ക്കുമായിരുന്നു. തീ കത്താൻ അനുവദിക്കത്തില്ല, പുക മാത്രം. ആ പുക അടിച്ച് കൊതുകൊക്കെ കുറെ മാറും. ആ പുക അത് പൊങ്ങിയാൽ അപ്പുറമുള്ളത് കാണത്തില്ല. അതുപോലെയുള്ള കനത്തിലുള്ള പുകപടലങ്ങളാണ്. അതാണ് ഇവിടെ പറയുന്നത്. അഗാധകൂപം തുറന്നപ്പോൾ പെരുംചൂളയിലെ പുക പോലെ പുക പൊങ്ങി. എന്തുമാത്രം പുക പൊങ്ങി? പുക പൊങ്ങിയിട്ട് സൂര്യനെയും ആകാശത്തെയും പോലും മറയ്ക്കുന്ന അളവിലുണ്ടായി. ഇല്ല, സൊദോം ഗൊമോറയിൽ ആ നിലയിൽ ഉണ്ടായില്ല. അത് ഗന്ധകം വീണ് അവിടെ ഉരുകിപ്പോവുകയായിരുന്നു. അതേസമയം ഇസ്രായേലൊക്കെ ചില സ്ഥലങ്ങളിൽ യുദ്ധം ചെയ്ത സമയത്ത് പതിയിരിപ്പുകാര് പട്ടണത്തിൽ കയറിയിട്ട് പട്ടണത്തിന് തീയിട്ടു. തീയിടുമ്പോൾ പൊങ്ങുന്ന പുക കണ്ടിട്ട് സൈന്യം തിരിഞ്ഞു നോക്കി മനസ്സിലായ നമ്മുടെ ദേശം പോയെന്ന്. ഇതുപോലെ അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ വളരെ കൂടുതൽ ഈ അഗാധകൂപത്തിലെ പുക. ഈ കഴിഞ്ഞിടയ്ക്കാണ് ഇപ്പൊ ഒരു കല്യാണത്തിനൊക്കെ നിങ്ങളൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനതിൽ ഒരിടത്ത് മാത്രമേ കണ്ടുള്ളൂ. പെണ്ണും ചെറുക്കനും സ്റ്റേജിലേക്ക് വരുമ്പോൾ കലങ്ങളിൽ കെട്ടിവെച്ചേക്കുന്ന പുകയുണ്ട്. പണ്ടൊക്കെ കലത്തിൽ കെട്ടിയ ഭൂതം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കുടത്തിലിരിക്കുന്ന ഭൂതം എന്നൊക്കെ. ഇത് കുടത്തിലും കലത്തിലും കെട്ടിവെച്ചേക്കുന്ന ഭയങ്കര പുകയുണ്ട്. ഈ പുക പിന്നെ കുറച്ച് വെളുത്ത പുകയാണ്. ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പം
കണ്ടത്. ഇവരിങ്ങനെ വരുന്ന വഴിയെല്ലാം രണ്ട് സൈഡിലും കലങ്ങൾ മൂടി കെട്ടി വെച്ചേക്കുന്നു. അപ്പൊ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചോദിച്ചപ്പോ പറഞ്ഞു പെണ്ണിനെയും ചെറുക്കനെ സ്വീകരിക്കാനുള്ള പുകയാണ്. അപ്പം പെണ്ണു ചെറുക്കനും വന്ന വഴിക്ക് കാണാം ചിലർ എന്നിട്ട് ഇതിന്റെ അഴിച്ചു വിടുന്നതോ. അതിന് സിസ്റ്റം ഏതാണ്ടൊക്കെ ഉണ്ട്. ഭയങ്കര പുക. പെണ്ണിനും ചെറുക്കനും കാണാൻ വയ്യ. മുമ്പോട്ട് നടന്നു വീഴത്തേക്കിനും അടുത്തത് തുറന്നു വിടുന്നു. അപ്പൊ ഈ വെളുത്ത പുകയായിട്ട് കൂടെ ആൾക്കാരെ മൂടുന്നു. ഇത് വെറും വെളുത്ത പുകയല്ല, പെരിഞ്ചൂളയിലെ കറുത്ത പുകയാണ്. അതുകൊണ്ട് സൂര്യപ്രകാശം പോലും ഭൂമിയിൽ വരാതെ തടയപ്പെടുന്നു. അത് ആ അഗാധകൂപത്തിന്റെ ഭീകരാവസ്ഥയെ കാണിക്കുന്നത്. അഗാധകൂപത്തിന്റെ ഭീകരാവസ്ഥ. അങ്ങനെയാണ് രണ്ടാമത്തെ വാക്യത്തിൽ ആകാശവും സൂര്യനുമൊക്കെ കുറെ ഏറെ ഒരുപക്ഷെ നാളുകളിലേക്ക് ഇരുണ്ടുപോയി. അക്ഷരികമായി തന്നെ ഉണ്ടാകുന്ന കാർമേഘ പടലങ്ങളാൽ മൂടപ്പെടുന്ന ഒരവസ്ഥ. നിങ്ങൾക്കറിയാമല്ലോ, അന്തരീക്ഷ മലിനീകരണം എന്നൊരു സാധനമുണ്ട്. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന മലിനീകരണ വാതകങ്ങളുടെയും മറ്റും അളവ്, വായു മലിനീകരണം എന്നൊക്കെയാണ് അതിന് ശാസ്ത്രീയമായി പറയുന്നത്. എയർ ക്ലിയറൻസ്. അത് നമ്മുടെ ഇന്ത്യയിൽ ഡൽഹി സൈഡിലൊക്കെ വളരെ കൂടുതലായി പലപ്പോഴും കാണപ്പെടാറുണ്ട്. മഴ സമയത്ത് വളരെ ആശ്വാസമുണ്ട് ആ വിഷയത്തിൽ. ബാക്കി സമയത്ത് അന്തരീക്ഷം മുഴുവനും വിഷവാതകങ്ങൾ കൊണ്ടും പൊടിപടലങ്ങൾ കൊണ്ടും പുക കൊണ്ടുമൊക്കെ മൂടിയിരിക്കും. അതുകൊണ്ട് ഡൽഹിയിലൊക്കെ ഡീസൽ വാഹനങ്ങൾക്ക് പരിമിതികളുണ്ട്. പഴയ വാഹനങ്ങൾ സിറ്റിയിൽ പ്രവേശിക്കുന്നതിന് പരിമിതികളുണ്ട്. സ്മോഗും ഉണ്ട്. സ്മോഗ് മാത്രമല്ല, വായു മലിനീകരണം എന്ന് പറഞ്ഞവർ എപ്പോഴും അതിൻ്റെ അളവെടുക്കാറുണ്ട്, എന്നിട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട്. ആ സ്മോഗ് തണുപ്പ് സമയത്താണ് കൂടുന്നത്. ആൾക്കാര് ഈ തണുപ്പത്ത് തീ കായാൻ വേണ്ടിയും കൂടെ തീ കത്തിക്കും. കൊയ്ത്ത് കഴിഞ്ഞിട്ട് വൈക്കോൽ കത്തിച്ച് അവരുടെ കൃഷിസ്ഥലങ്ങൾ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. ഇതെല്ലാം കൂടെ ഉണ്ടാകുമ്പോൾ ഉള്ള അന്തരീക്ഷ മലിനീകരണമാണത്. അപ്പൊ നമ്മൾ ഡൽഹിയിലൊക്കെ അത് പരിമിതപ്പെട്ട അളവിന്റെ ഒത്തിരി കൂടുതലാണ്. മഴ സമയത്ത് അത് കുറയും. അതുപോലെ അന്തരീക്ഷം ഭയങ്കരമായിട്ടും മൂടിക്കെട്ടിക്കിടക്കും. അതുകൊണ്ട് കൊറോണ സമയത്ത് കണ്ടത്, കൊറോണ സമയത്ത് ആ മലിനീകരണം ഏറെ കുറവായിരുന്നു. വളരെ ദൂരെ വരെയുള്ള കാഴ്ചകൾ കാണാമായിരുന്നത്രേ. കാരണം വാഹനങ്ങളില്ല, ആൾക്കാർ പുറത്തിറങ്ങുന്നില്ല. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ആ മലിനീകരണം മാറി. ലോക്ക്ഡൗൺ മാറിയപ്പോഴേക്കും വീണ്ടും അത് കൂടി. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെയുള്ള ഒരു മലിനീകരണ പ്രക്രിയയിലൂടെ സൂര്യപ്രകാശം പോലും ഭൂമിയിലേക്ക് വരാതെ അടയുന്ന ഒരു അവസ്ഥ. അതാണ് നാം രണ്ടാം വാക്യത്തിൽ കാണുന്നത്. എന്നാൽ അതിനേക്കാൾ ഭീകരമാണ് ഈ അഗാധകൂപത്തിൽ നിന്നും പുറത്തു വരുന്ന ജീവികൾ. ബന്ധനത്തിലായിരുന്ന, ഇപ്പോൾ അഗാധകൂപം തുറന്നപ്പോൾ പുറത്തേക്ക് വരുന്ന ജീവികൾ. മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു, അതിന് തേളിനുള്ള ശക്തി ലഭിച്ചു. അഗാധകൂപത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നത് ദുരാത്മാക്കൾ എന്ന നിലയിൽ
നമ്മൾ കാണുകയുണ്ടായി. അല്ലെങ്കിൽ മനുഷ്യജാതിയെ ദണ്ഡിപ്പിക്കുന്ന എന്തോ. ഇവിടെ യോഹന്നാൻ കാണുന്നത് ഒരു വിട്ടിൽ, ഒരു ലോക്കസ്, ഒരു വെട്ടുക്കിളി എന്ന നിലയിലാണ്. വെട്ടുക്കിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ വിട്ടിൽ, വിട്ടിലിനെയാണ് വെട്ടുക്കിളി എന്ന് വിളിക്കുന്നത്. അത് പച്ചയായതൊക്കെ വെട്ടിക്കളയുന്നത് കൊണ്ടാണ് വെട്ടുക്കിളി. അപ്പോൾ അങ്ങനെയുള്ള കുറെ എണ്ണം പുറപ്പെട്ടു. അതിൻ്റെ പ്രത്യേകതകൾ, വെട്ടുക്കിളിയാണത്. അതിൻ്റെ വാലിന് തേളിന്റെ ശക്തി, സ്കോർപിയോന്റെ വിഷം ഉണ്ടായിരുന്നു. 4-ാം വാക്യത്തിലുണ്ട്, ഇത് വെട്ടുക്കിളിയാണെങ്കിലും ഇത് വിട്ടിലാണെങ്കിലും പുല്ലിനും പച്ചയായതിനൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുതെന്നതിന് കൽപ്പനയുണ്ടായി. ഒരു വൈരുദ്ധ്യാത്മകമായിട്ട് തോന്നും. വെട്ടുക്കിളിയാകുമ്പം ഇത് തിന്നു മുടിക്കേണ്ടത് പച്ചിലകളാണ്. പക്ഷെ ഇവിടെ പ്രത്യേകം കൽപ്പനയുണ്ടായി, പച്ചപ്പുല്ല്, വൃക്ഷം, സസ്യം, ഇതിനെ ഒന്നിനെയും നിങ്ങൾ ബാധിക്കരുത്. പിന്നെ ആർക്കു മാത്രമാണ് ദോഷം വരുത്തുന്നത്? മനുഷ്യർക്ക് മാത്രം. ആ മനുഷ്യർക്ക് മാത്രം പീഡകൾ വരുത്തുമ്പോഴും ഏതു മനുഷ്യരെ ഒഴിച്ചു വിതർത്തുന്നു? മുദ്രയുള്ളവർ. നെറ്റിയിൽ മുദ്രയുള്ളവരെ. അത് നമ്മൾ ഇന്നലെ കണ്ടു. 1,44,000 പേരെ ദൈവം മുദ്രയിട്ട് മാറ്റി നിർത്തി. അവരെ ഈ വെട്ടുക്കിളികൾ, ഈ അഗാധകൂപത്തിൽ നിന്നും പുറത്തു വന്ന സൈന്യം, അഗാധകൂപത്തിൽ നിന്നും പുറത്തു വന്ന ദുരാത്മാക്കൾ ബാധിക്കുന്നില്ല. ദൈവം വരുത്തുന്ന ശിക്ഷാവിധി ആരെ ബാധിക്കുന്നില്ല? ദൈവം മുദ്രയിട്ട് മാറ്റി നിർത്തിയ 1,44,000 പേരെ. അവരുടെ ആ മുദ്ര ഏൽക്കാതെയുള്ള സാധാരണ ജനങ്ങളെ പീഡിപ്പിക്കുന്നതിനാണ്, ദണ്ഡിപ്പിക്കുന്നതിനാണ് ഈ വെട്ടുക്കിളികൾക്ക്, അഗാധകൂപത്തിൽ നിന്നും പുറത്തു വന്ന വെട്ടുക്കിളികൾ പോലെ ഉള്ളവയ്ക്ക് അനുവാദം ദൈവം കൊടുക്കുന്നത്. എന്നാൽ എങ്ങനെയല്ല അവ പീഡിപ്പിക്കുന്നത്? കൊല്ലുവാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. ദണ്ഡിപ്പിക്കുക. ആ ദണ്ഡിപ്പിക്കുന്നതിന്റെ ദൈർഘ്യം, ഡ്യൂറേഷൻ ഓഫ് ദിസ് ടോർമെന്റേഷൻ 5 months. 5 months. 5-ാമത്തെ വാക്യത്തിലുണ്ട്, 5 മാസം അവരെ പീഡിപ്പിക്കുക. ഡ്യൂറേഷൻ ഓഫ് ടോർമെന്റേഷൻ ഈസ് 5 months. ഈ 5 months എന്ന് പറയുന്നത് പൊതുവെ വെട്ടുക്കിളികളുടെ ആയുഷ്കാലമാണ്. Usually these 5 months are the lifespan of these locusts. സാധാരണപ്പെട്ട വെട്ടുക്കിളികളുടെ ഒരു ലൈഫ് സ്പാൻ ആണ്, ആയുസിന്റെ ദൈർഘ്യമാണത് 5 മാസം എന്നുള്ളത്. ആ വെട്ടുക്കിളികളെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ, വിവരണങ്ങളൊക്കെ നാം കാണുന്നുണ്ട്. ആ വെട്ടുക്കിളികളുടെ രൂപം നമ്മൾ കണ്ടു. അത് എങ്ങനെയാണ് ദണ്ഡിപ്പിക്കുന്നതെന്ന് കണ്ടു. അത് ആരെ, എന്തിനെ ദണ്ഡിപ്പിക്കാൻ പാടില്ല എന്ന് ദൈവം കൽപ്പന കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ഇവകളെല്ലാം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. ദൈവത്തിന്റെ ഉദ്ദേശ നിവർത്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ജീവികൾ, വസ്തുക്കൾ. അതുകൊണ്ടാണ് നാം പലപ്പോഴും പറയുന്നത്, സാത്താനോട് പോലും ദൈവം പറഞ്ഞാൽ സാത്താൻ വരെ അനുസരിക്കും, ചോദ്യം ചെയ്യാതെ അനുസരിക്കും. അതുകൊണ്ട് ദൈവം കൽപ്പിക്കുന്നത് എന്തെങ്കിലും ചെയ്യുക എന്നതിൽ നമ്മൾ വലിയ സന്തോഷമൊന്നും പ്രകടിപ്പിക്കണ്ട.
ദൈവം കൽപ്പിച്ചാൽ സാത്താൻ പോലും അനുസരിക്കും, ദുരാത്മാക്കളും അനുസരിക്കും. എന്നാൽ മക്കൾ എന്ന നിലയിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ തിരുഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ പോലും തിരിച്ചറിഞ്ഞ് അത് നിവർത്തിക്കുന്നവരായി തീരണം. മനസ്സിലായോ? വെറും കൽപ്പനകൾ അനുസരിക്കുന്നവരായി മാത്രം നാം തീരരുത്. കാരണം സാത്താൻ പോലും ദൈവം കൽപ്പിച്ചാൽ അനുസരിക്കും. എന്നാൽ നാം ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ എന്തു വേണം? ദൈവഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ പോലും തിരിച്ചറിഞ്ഞിട്ട് അത് നിവർത്തിക്കുന്നവരായി തീരണം. മനസ്സിലായോ? എന്റെ കൂടെ വരുന്നതായിട്ട് എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് അടുത്തടുത്ത് ഞാൻ ചോദിച്ചു. Pastor, please explain it little more. Okay. There are two types of obediences. One is obeying what is commanded, spoken, declared, described, revealed, made it clear. A second way is not just obeying the command, rather fulfilling the very desires of one's heart. They are not spoken, they are not described, not at all revealed, not commanded, just that person has just desired in his or her heart. Another person can just sense what he or she likes, wishes, and just fulfilling that. രണ്ട് തരത്തിലുള്ള അനുസരണമുണ്ട്. ഒന്ന് കൽപ്പനകൾ അനുസരിക്കുന്നതാണ്. കൽപ്പനകൾ എന്ന് പറയുമ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്, പറഞ്ഞിരിക്കുന്നതാണ്, കൽപ്പിച്ചിരിക്കുന്നതാണ്, ആജ്ഞാപിച്ചിരിക്കുന്നതാണ്, പ്രകടമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ രണ്ടാമതൊരു അനുസരണത്തിന്റെ രീതിയുണ്ട്. പറയാതെ, വെളിപ്പെടുത്താതെ ഒരാൾ മനസ്സിൽ മാത്രം ആഗ്രഹിക്കുന്ന ചിലത്, പുറമെ യാതൊരു തരത്തിലും മറ്റൊരാൾക്ക് മനസ്സിലാകാത്ത വിധം അകത്തു മാത്രം ഒതുക്കി ആഗ്രഹമായി വെച്ചിരിക്കുന്നത്. ആ ആഗ്രഹം എന്തെന്ന് പറയാതെ തന്നെ മനസ്സിലാക്കി അത് നിവർത്തിക്കുന്ന, അത് പൂർത്തീകരിക്കുന്ന ഒരനുസരണമുണ്ട്. സ്തോത്രം. Yeah, that's too sweet, of course. സ്തോത്രം. അത് ആർക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ? ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഏറ്റവും അടുത്ത് ഇടപഴകുന്ന, സ്തോത്രം, വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റൂ. തിരിച്ചറിഞ്ഞാലും അത് നിവർത്തിക്കാൻ പറ്റൂ. This is actually spiritual growth even. സ്തോത്രം. സ്പിരിച്വൽ ഗ്രോത്ത് ഈവൻ. അപ്പൊ ദൈവം കൽപ്പിക്കുന്നത് അനുസരിക്കുക എന്നത് സാത്താൻ പോലും ചെയ്യുന്ന കാര്യമാണെന്നായി പറഞ്ഞത്. സാത്താനോട് ദൈവം പറയുകയാടാ ഇന്ന പോലെ ചെയ്യുന്ന പറഞ്ഞാൽ അവൻ ചെയ്യും. ദുരാത്മാക്കളോട് പറയുകയാ ചെയ്യാൻ, അവ ചെയ്യും. ഒക്കത്തില്ലെന്ന് അവ പറയില്ല. അതുകൊണ്ട് കേവലം കൽപ്പനകൾ അനുസരിക്കുന്നതിൽ മാത്രം നാം കോളർ പിടിക്കരുതെന്ന പറഞ്ഞേ. പകരം നാമും ദൈവവും തമ്മിൽ അടുത്തിരിക്കുന്നെങ്കിൽ, കമ്മ്യൂണിയൻ, കർത്താവുമായി നമുക്ക് കൂട്ടായ്മയുണ്ടെങ്കിൽ,
സ്തോത്രം. കർത്താവുമായി നാം അടുത്തിരിക്കുന്നെങ്കിൽ, കർത്താവിനെ നാം സ്നേഹിക്കുന്നെങ്കിൽ, നാം കർത്താവ് പറയാതെ തിരുഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നവരാകും. We will be in a sweet communion, loving a relationship with God. We will be able to sense even the heartbeats of God without even a whisper. ദൈവം ഒന്ന് ഞരങ്ങുക പോലും ചെയ്യാതെ, മൂളുക പോലും ചെയ്യാതെ നമുക്ക് തിരുഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിഞ്ഞിട്ട് നമുക്കത് നിവർത്തിക്കാൻ പറ്റും. ആ സമയത്ത് നമ്മുടെ ദൈവത്തിന് എന്തോ ഒരു സന്തോഷമാണെന്നറിയാവോ? നമുക്കും അതെന്തൊരു സന്തോഷമായിരിക്കും. സ്തോത്രം. നമ്മൾ സാധാരണ പറയത്തില്ലേ, രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതുമെന്ന്. പറയാതെ നമ്മുടെ ആഗ്രഹം ഒരാൾ നിവർത്തിച്ചാൽ നമുക്ക് എന്തോരു സന്തോഷമായിരിക്കും. സ്തോത്രം. ഈവൻ നമ്മൾ തന്നെ ജോലി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിൽ വരിക, ഭാര്യ അല്ലെങ്കിൽ മമ്മി അല്ലെങ്കിൽ പെങ്ങള് മക്കള് ആരെങ്കിലും വീട്ടിലുണ്ട്, ചെല്ലുന്ന ഉടൻ തന്നെ ഒരു ചൂട് ചായ കിട്ടിയാൽ കൊള്ളാം. ചെല്ലുമ്പം തന്നെ ഒരു കൊച്ചാഗ്രഹ, ചെല്ലുമ്പോഴേ നമുക്ക് വേണ്ടി ഒരു ചായ തയ്യാറാക്കി വെച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ അന്നേരം പറയത്തില്ലേ, ഞാൻ ആഗ്രഹിച്ചു വന്നതാ, വരുമ്പോ എങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. നമുക്ക് തന്നെ എന്തൊരു സന്തോഷം. അതാണ് പറഞ്ഞത്, ദൈവം പറയുന്നത് മാത്രം ചെയ്യുന്നവരാകാതെ ദൈവഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പോലും നാം തിരിച്ചറിഞ്ഞ് അത് നിവർത്തിക്കുന്നവരായി തീരുന്ന ഒരു ആത്മീയ വളർച്ചയിലേക്കും ദൈവീക കൂട്ടായ്മയിലേക്കും നാം എത്തണമെന്ന്. സ്തോത്രം. ഇപ്പം വ്യക്തമായോ? അതുകൊണ്ടാണ് ഹൃദയപ്രകാരമുള്ളതെന്ന് പറയുന്നത്. അതെ, അതാണ് എൻ്റെ ഹൃദയപ്രകാരം. എൻ്റെ ഹൃദയം എന്തൊക്കെ ആഗ്രഹിക്കുന്നു അത് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടല്ല. ഒരപ്പന് അങ്ങനെയുള്ള മക്കൾ ഉണ്ടാകും. അപ്പൻ ആഗ്രഹിക്കുന്നത് ചെയ്തു കൊടുക്കുന്ന, പറഞ്ഞിട്ടല്ല. ചിലപ്പോ ഒരു മോൻ കാണും പറഞ്ഞാലും ചെയ്യാത്തവൻ, വേറൊരു മോൻ കാണും പറയുന്നതെല്ലാം ചെയ്യുന്നവൻ. പക്ഷെ അവനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, മോനെ ഇത് ചെയ്യടാ, ഇത് ചെയ്യടാ, ഇത് താടാ. എന്നാൽ വേറൊരു മോനുണ്ട്, ഒന്നും പറയണ്ട, ആഗ്രഹിക്കുന്നതൊക്കെ അവൻ തനിയേ ചെയ്തുകൊണ്ടിരിക്കും. സ്തോത്രം. അങ്ങനെയുള്ളവരെയാ നമ്മൾ പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒക്കുമെന്ന്. ഞങ്ങൾ തമ്മിൽ ഒക്കും, ഞങ്ങൾ തമ്മിൽ ചേർന്നിരിക്കുന്നു. നമ്മുടെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ ആത്മാവും അവൻ്റെ ആത്മാവും ഏതാണ്ട് ഒന്നാണെന്ന്. സ്തോത്രം. പ്രൈസ് ഗാഡ്. ചിലരുടെ ആത്മാവ് തമ്മിൽ ചേരത്തില്ലെന്ന് പറയത്തില്ലേ? എന്നാൽ ചിലർ തമ്മിൽ ഭയങ്കര ചേർച്ചയാ. ഇതാണ് ഈ ചേർച്ച. അതാണ് കർത്താവ് പറഞ്ഞത് ആമോസ് പ്രവാചകനിലൂടെ, 2 പേർ ഒത്തല്ലാതെ ചേർന്ന് നടക്കാൻ പറ്റത്തില്ല. ഇവൻ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പോലും ഭർത്താവിന്റെ ആഗ്രഹം എല്ലാം ഭാര്യയോട് പറയാൻ ഒക്കത്തില്ല. അതുപോലെ തിരിച്ചും, അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും തുണിയുടെ കാര്യത്തിലായാലും എവിടെയെങ്കിലും പോകുന്ന കാര്യമായാലും എല്ലാം. സ്തോത്രം. അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ദൈവവുമായി നാം അടുത്ത് വരിക എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നാം ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായി മാറുന്നത്. ദൈവവും നമ്മളും തമ്മിലങ്ങ് ഒത്തുചേർന്ന് നടക്കുക. സ്തോത്രം. ശരി. ഇവിടെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ, അല്ലെ ദൈവത്തിന്റെ പദ്ധതികൾ നിവർത്തിക്കാൻ ദൈവം അഗാധകൂപത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന ചിലതിനെ ഉപയോഗിക്കുന്നു.
ഇനിയും അവയുടെ രൂപത്തെക്കുറിച്ച് നാം കാണും. വേഴ്സ് നമ്പർ 7. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെ, മുഖം മാനുഷമുഖം പോലെ. 8-ാം വാക്യം, സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്, പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ. 9-ാം വാക്യം, ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്, ചിറകിന്റെ ഒച്ച പടയ്ക്കോടുന്ന അനേകം കുതിര തേരുകളുടെ ഒച്ച പോലെ. 10-ാം വാക്യത്തിൽ, തേളിനുള്ള പോലെ വാലുണ്ട്, വിഷമുള്ളുണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിലായിരുന്നു. അഗാധത്തിന്റെ ദൂതൻ അതിന് രാജാവായിരുന്നു. ആ ദൂതന്റെ പേരൊക്കെ ഉണ്ട്, അവരൊക്കെ പിന്നെ വരാം. ദിസ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദോസ് ലോക്കസ് കമ്മിങ് ഔട്ട് ഓഫ് ബോട്ടംലെസ് പിറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഗതിയൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഇടയിലെ ഒരു പ്രഭാഷകൻ സദ്ദാം ഹുസൈൻ കുവൈറ്റിലേക്ക് അയച്ച ഹെലികോപ്റ്ററുകളാണ് ഇവയെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചതും പഠിപ്പിച്ചതും ഒക്കെ. നിങ്ങൾക്ക് ഓർമ്മ കാണും ആളിനെയൊക്കെ. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു മലയാളിയായ പ്രസംഗകനാണ്. അദ്ദേഹത്തിന്റെ പല ഉപദേശങ്ങളും ദുരുപദേശങ്ങളുമാണ്. ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഭയെയും ഒക്കെ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ സഭകളുടെ ബാബിലോൺ എന്ന, ബാബിലോൺ ഓഫ് ഇന്ത്യൻ ചർച്ചസ് എന്നാണ് ഞാൻ ആ ഭാഗത്തെയൊക്കെ വിളിക്കാറുള്ളത്. ആ സഭ സൗത്ത് ഇന്ത്യയിലല്ലയോ? ആന്നു ബാംഗ്ലൂർ ആയിരിക്കും. സംശയം വേണ്ട. വളരെ വിദഗ്ധമായി അത് ബാബിലോൺ എന്ന് തന്നെയാണ് ഞാൻ വിളിക്കാറുള്ളത്. ക്യാപിറ്റൽ ഓഫ് ഓൾ ദ ഇന്ത്യൻ cults or cultic groups in India, capital of the cultic groups in India, or we can call him the godfather of all the cultic leaders in India. ഇങ്ങനെയുള്ള ഒത്തിരി ദുരുപദേശങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിക്കാറുണ്ട്. അത് മിക്കതയോ ഉണ്ടല്ലോ, ഈ അമേരിക്കയിലെ കാര്യങ്ങൾ അറിയാവുന്നവർക്കറിയാം, കോൺസ്പിറൻസി തിയറി എന്നും പറഞ്ഞൊരു സാധനം ഇവിടെയുണ്ട്. കോൺസ്പിറൻസി, അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പുസ്തകങ്ങളും കമ്പോളവൽക്കരിക്കപ്പെടുന്ന കഥകളുമാണ് കോൺസ്പിറൻസി തിയറി. അതൊരു ബിസിനസ്സാണ് കുറെ ആൾക്കാരുടെ, കാശുണ്ടാക്കാനുള്ള ഒരു വലിയ മാർഗം. വെറും ഫിക്ഷൻ പോലെ, വെറും നോവല് പോലെ കുറെ യാഥാർത്ഥ്യമായ ചില സംഗതികളെ കുറിച്ചുള്ള ഭാവനാത്മകമായ അവതരണങ്ങൾ. അങ്ങനെയുള്ള ഒത്തിരി വിൽക്കാൻ കിട്ടും ഇവിടെ കേട്ടോ. ഒത്തിരി പുസ്തകങ്ങളുണ്ട്, വീഡിയോസ് ഉണ്ട്, യൂട്യൂബിലൊക്കെ അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ കിടപ്പുണ്ട്. അവയെ മുഴുവനും വിളിക്കുന്നത് കോൺസ്പിറൻസി തിയറി. ഗൂഢാലോചന സിദ്ധാന്തം എന്ന് അക്ഷരികമായിട്ട് വേണമെങ്കിൽ അതിനെ വിളിക്കാം. അങ്ങനെയാണ് ഈ മഹാവിദ്വാൻ ഒരിക്കൽ പറഞ്ഞത്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഗവേഷകന്മാർ യെരുശലേം ഭാഗങ്ങളിലൂടെ ഗവേഷണം നടത്തി ചെന്നപ്പം ദൈവത്തിന്റെ നിയമപെട്ടകം കിട്ടിയെന്ന്, ആർക്ക് ഓഫ് ദ കവനന്റ്, യെരുശലേം ദേവാലയത്തിൽ നിന്ന് നഷ്ടപ്പെട്ട നിയമപെട്ടകം ഇരിക്കുന്നെന്ന്. അത് കാൽവറി, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട കാൽവറി, ആ മല
യേശു മരിച്ചപ്പം ഭൂകമ്പം ഉണ്ടായല്ലോ. ആ ഭൂകമ്പത്തിൽ ഒരു ചെറിയ വിള്ളൽ ഉണ്ടായിട്ട് യേശുവിന്റെ ചോര ആ വിള്ളലിലൂടെ ഒഴുകി ഒഴുകി ആ വിള്ളൽ ചെന്നെത്തുന്നത് ഈ നിയമപട്ടകം ഇരിക്കുന്ന സ്ഥലത്താണ്. ആ രക്തം ഇപ്പോഴും ആക്റ്റീവ് ആണെന്ന്, ഉറഞ്ഞിട്ടില്ലെന്ന്. ആ രക്തം ലാബിൽ പരിശോധിച്ചെന്നും അതൊരു പുരുഷന്റെ രക്തമാണെന്നും ഒക്കെ പറഞ്ഞ് ഭയങ്കര വാചാലമായിട്ട് ഇരുന്നവരെ അങ്ങ് ആ കാൽവറി ക്രൂശിന്റെ അടിയിലെങ്ങാണ്ടുള്ള ഒരു പൊത്തിനകത്ത് കൊണ്ടുപോയാ പുള്ളി വിട്ടത്. കോൺസ്പിറൻസി തിയറിയ. അതുപോലെ ഒത്തിരി സംഗതികളുണ്ട് പുള്ളി ഇറക്കി വിട്ടത്. തിയോളജിയിലെയും പിന്നെ എന്താണ് പറയുന്നത് ആസ്ട്രോളജിയിലെയും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു പിടിപ്പിക്കും. ശ്വാസം അടക്കി പിടിച്ചിരുന്ന ആൾക്കാർ കേൾക്കുകയും ചെയ്യും. ഭയങ്കര ഇലക്വൻസിയ. അതുപോലെ ഒന്ന് ഇന്ത്യയിലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വീടിന്റെ മറ്റേ ഏലിയൻസ് വന്നും പറഞ്ഞ ഒരെണ്ണം ഉണ്ടായിരുന്നു. ആ, ഇദ്ദേഹം ഏലിയൻസിന്റെ സ്പെഷ്യലിസ്റ്റും കൂടെയാ. ഏലിയൻസിന്റെ സ്പെഷ്യലിസ്റ്റും കൂടെയാ. അപ്പം ആ വകുപ്പിലെ ഏറ്റവും ആദ്യത്തെ ഒന്നായിരുന്നു ഇപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വെട്ടുക്കിളികൾ. ഈ വെട്ടുക്കിളികൾ ഇങ്ങനെ പറന്നു വരികയല്ലേ. ഈ ഹെലികോപ്റ്ററിന്റെ ഒക്കെ മുഖം കണ്ടാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഇരിക്കത്തില്ലേ? ഹെലികോപ്റ്റർ പറക്കുമ്പോൾ ഉള്ള അതിന്റെ ആ ഫാനിന്റെ ശബ്ദം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഉള്ള ശബ്ദമല്ല. ഇതെല്ലാം കൂടെ അദ്ദേഹം കണക്ട് ചെയ്തു. അതുവല്ലം കേട്ട് സംശയിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിച്ചേക്കണേ, ഇത് സദ്ദാം ഹുസൈന്റെ ഹെലികോപ്റ്ററെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. ആ ഹെലികോപ്റ്ററിന്റെ ഒക്കെ ഷേപ്പ് ഏകദേശം ഇതുപോലെ ഇരിക്കുമെന്നുള്ളത് സത്യം തന്നെ. അതിനെ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് അതിനോട് ഉപമിക്കാമെന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ് അവിടുന്ന് പൊങ്ങിയ പുക അതൊരു ഉദാഹരണമാണ്. ആ പുകയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന പുക. അപ്പം ഈ പുകയും ആ പുകയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. എന്നാൽ ഇതുപോലെ നമുക്ക് ഉപമിക്കാമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വെട്ടുക്കിളികൾ അതിന്റെ ഷെയ്പ്പും ഒക്കെ കൂടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം നമുക്ക് സത്യത്തിൽ ഈ വെട്ടുക്കിളി ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഇപ്പം തപ്പിപ്പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇത് ഭാവിയിൽ നടക്കാനിരിക്കുന്നതാണ്. കർത്താവ് സഭയെ ചേർത്തതിന് ശേഷം എതിർ ക്രിസ്തുവിന്റെ ഭൂമിയിലെ ഭരണകാലത്ത് നടക്കാനിരിക്കുന്ന സംഭവമായത്. അതുകൊണ്ട് ഈ വെട്ടുക്കിളി അക്ഷരീയമായ വെട്ടുക്കിളി അല്ല. They are not literal locusts. അക്ഷരീയമായ വെട്ടുക്കിളികളല്ല ഇവ. കാരണം അക്ഷരീയമായ വെട്ടുക്കിളികളെ ഇതുപോലെ ഒരു അഗാധകൂപത്തിനകത്തിട്ട് പൂട്ടിയാൽ അവ ചത്തുപോകും. അതും ഇത്രയും ഘോരമായ പുകയുള്ള ഒരു അഗാധകൂപത്തിനകത്ത് അക്ഷരീയമായി ജീവനുള്ള വിട്ടിലുകളെ ഇട്ട് പൂട്ടിയിട്ടിരുന്നാൽ 5 മാസം അവയ്ക്ക് ആയുസുണ്ടെങ്കിലും 5 മണിക്കൂർ പോലും ജീവിക്കത്തില്ല. അതുകൊണ്ട് ഇവ അക്ഷരീയമായ വെട്ടുക്കിളികളല്ല. നമുക്കേതായാലും അഗാധകൂപത്തിൽ നിന്നും ദൈവദൂതൻ തുറന്നുവിട്ടവ എന്ന അർത്ഥത്തിൽ ഇവ ദൈവം ബന്ധിച്ചു വച്ചിരുന്ന സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ ദൈവം അനുവദിക്കാതിരുന്ന ഏതോ ഭീകരാത്മാക്കളാണിവ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ യോഹന്നാൻ അവയെ കാണുവാൻ കഴിയുന്ന അളവിൽ ഇവയെ യോഹന്നാൻ ദർശിച്ചു. അതിൻ്റെ രൂപഭാവങ്ങളൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവയുടെ ഉദ്ദേശമായിരുന്നു നമുക്കേറെ പ്രധാനപ്പെട്ടത്. അതിൻ്റെ ആകൃതിയേക്കാൾ അതിൻ്റെ പ്രവൃത്തിയും അതിൻ്റെ ഉദ്ദേശവുമാണ് ഇവിടെ നമുക്ക് കൂടുതൽ പ്രസക്തമായത്.
അനുസരിക്കാത്ത, മാനസാന്തരപ്പെടാത്ത മനുഷ്യരെ 5 മാസം പീഡിപ്പിക്കുക. കൊല്ലാനുമല്ല, അവരെ 5 മാസം ഉപദ്രവിക്കുവാൻ, പീഡിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവയെ ദൈവം അയച്ചത്. അതാണ് അവിടുത്തെ ഉദ്ദേശം. നോട്ട് ടു കിൽ ബട്ട് ടു ടോർമെന്റ്. യിരെമ്യാ പ്രവചനം 8-ന്റെ 3-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. ബാക്കി ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെ ചിന്തിക്കാം. verse 3 ജെറമായ. കിട്ടിയില്ലേ? ഈ ദുഷ്ടവംശങ്ങളിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പൊക്കെയും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല സ്ഥലങ്ങളിലും ശേഷിപ്പിച്ചിരിക്കുന്നവർ തന്നെ ജീവനെയല്ല മരണത്തെ തിരഞ്ഞെടുക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ദൈവം വരുത്തുന്ന പീഡകൾ നിമിത്തം ഇതിൽ നിന്ന് എങ്ങനെയും ഒന്ന് മോചിതരാകണമെന്ന ആഗ്രഹമല്ല ഉണ്ടാവുക. എങ്ങനെങ്കിലും ഒന്ന് മരിച്ചാ മതിയെന്ന്. ജീവനേക്കാൾ മരണത്തെ ആഗ്രഹിക്കുന്ന തരത്തിലെ പീഡകൾ ഇസ്രായേൽ മക്കളെ, യഹൂദരെ ദൈവം അവരുടെ പാപം നിമിത്തം ശിക്ഷിക്കുന്ന സമയത്ത് അതിൻ്റെ തീവ്രതയെ കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതേ തീവ്രത, അതിൻ്റെ അനേകം മടങ്ങ് തീവ്രതയാണ് ഇവിടെ ഈ 5 മാസം ലോക ജനത അനുഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് നാളെ എത്താം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. കാരണം 9:25 അല്ലേ? സ്തോത്രം. 9:30 മറ്റേ ക്ലാസ് തുടങ്ങും. സ്തോത്രം. അതുകൊണ്ട് നാം ഇന്ന് പഠിച്ചതുപോലെ ഈ വെട്ടുക്കിളികൾ ഇനി ആരും ആകട്ടെ, എന്നാൽ അവ വരുത്തുന്ന പീഡ, എന്നാൽ അതിലൊന്നും അകപ്പെടാതെ കർത്താവ് നമ്മെ തൻ്റെ സന്നിധിയിൽ ചേർക്കുമെന്നുള്ള വലിയ പ്രത്യാശയോടെ ജീവിച്ചിരിക്കും കാലം ദൈവത്തിൻ്റെ തിരുഹൃദയത്തെ തിരിച്ചറിഞ്ഞ് നിവർത്തിച്ച് ദൈവത്തെ എല്ലാറ്റിലും പ്രസാദിച്ച് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവരായി തീരുക. ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.